ഗോപിക്കല്ലെഴുന്നള്ളി ചെന്നു 441 ശ്രീമാർ കലശങ്ങൾ തുളുമ്പിയും ചീറിട്ടാണ് ഇരുപ്പ് കണ്ട്
വിളക്ക് നിറപറ വണ്ണം ഗണപതിയുടെ തിരുമൻപാതകം വാഴുക ഹരി എന്നടോത്താതി നല്ലക്ഷരം വാഴുക ശ്രീ എന്നെ മാതാവ് വാഴുക മാതാവിലെ വാഴുക സ്വന്തം ജ്യേഷ്ഠൻ മാതലവൻ 21 ശ്രീ ഗുരുക്കന്മാര് എല്ലാവരും ഒന്നിലെ ഓങ്കാരം വാഴുക 2 ശിവനും ശക്തിയും വാഴുക 3 ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാരും വാഴുക 4 കൊല്ലമലവർവിധം വാഴുക 5 പഞ്ചക്ഷരം വാഴുക 6 കലശങ്ങളും വാഴുക 7 എഴുതിനോദക്ഷരം വാഴുക 8 അഷ്ടദിക്ക് പാലകന്മാരും വാഴുക 9 നവഗ്രഹങ്ങളും വാഴുക 10 ഗണപതിയും വാഴുക 11 രുദ്രനും വാഴുക 12 12 കതിരാദിത്യന്മാര് വാഴുക ആദിയായ കാലത്ത് രാവില്യ പകലില്ല വിളിവില്യ കുമാരിയില്ലാതെ അലയിരിക്കുന്ന ഒരു കാലത്ത് ശ്രീ മഹാദേവൻ ഗണപതി എന്ന് തോന്നപ്പെട്ടു ഗണപതി തന്റെ കൊമ്പ് കൊണ്ട് കുത്തി നിവർത്തിയ മേലുയർന്ന മേലാകാശം വാഴുക കാലുകൊണ്ട് ചവിട്ടി ഇരുത്തിയ കീഴെന്ന കീഴ്ഭൂമി എന്ന ധനിക മണ്ഡപം വാഴി ധനിക മണ്ഡപത്തിങ്കൽ ചെമ്പൊന്നു മോറി കമഴ്ത്തുന്നു ചെമ്പിനും താഴെ മുളച്ചു വരുന്ന കറുകാചരോളകഞ്ഞുണ്ണി മുക്കുറ്റി പൂവാമ്പുരം നിലകൊട്ടം നെല്ലി ആരടിയൻ കൃഷ്ണക്രാന്തിരുവൈരാമച്ചവ ദശാപുഷ്പം 10 വരിച്ച് ആരാധിച്ചു നിട്ടറിയിരിക്കും ശ്രീ മഹാദേവൻ സുബ്രഹ്മണ്യനുണ്ണി മഹാഗണപതി സരസ്വതി ദേവിയും വാഴി ിരിക്കുന്നല്ലോ നാടേ നിഴല് തണല് തന്ദേശം വാഴുക നാട്ടിൽ തെളിഞ്ഞൊരു നാടായിരിക്കുന്നേ വേളവത്ത് നാടും വാഴുക ദേശത്തിനടങ്ങിയ ഒരു ദേശമായിരിക്കുന്നു കാവീർ ദേശം കരയും കരപ്പുറം വാഴുക തട്ടകത്തമ്മ ഭഗവതി തമ്പുരാട്ടിയും വാഴുക ഗുരുവായൂർ ഉണ്ണിക്കണ്ണനും വാഴുക ഇവരുടെ കണ്ടിരിക്കും താഴെ മതിൽ കുമ്പുറമേ പടിയാന പടിയടച്ച് കുടിയിരിക്കും നാൻ വീട്ടിൽ തെളിഞ്ഞ അളവുള്ള തറവാട് പേരും പെരുമയുള്ള തറവാടാകുന്നല്ലോ ചെറുപറമ്പിൽ വാടുന്ന താനില്ലം തനയുടെ തറവാടും വാടി തനയുടെ തറവാട്ടിങ്കലാകുന്നല്ലോ മാതാവ് പെറ്റെടുത്ത് അണി വളർത്തിയ മുത്തച്ഛനും വാഴുക മുത്തച്ഛൻ വിശ്വസിച്ചുള്ള 21,000 സേവമൂർത്തികളും വാഴുക അച്ഛൻ പരമശിവന്റെ 3 മാനമെന്ന തൃക്കണ്ണിൽ നിന്നും വളങ്കുപോലെ പൊട്ടി പാലുപോലെ ഒഴിതിരിഞ്ഞ ഉഭിരാഭയങ്കരി ശ്രീ ഭദ്രകാളിയും വാഴി 32 തൃത്തല 64 തൃക്കൈ 1001 തൃശ്ശിട അടിക്കാറ് 1000 പാമ്പ് മുടിക്ക് 3000 പാമ്പണിഞ്ഞ മകനെ അച്ഛന്റെ മകനെ കോപമുള്ള മകനെ കൊങ്ങാട്ടലും മഹാവിരുദ് വീരഭദ്രസ്വാമിയും വാഴുക ഭൈരവാദിഗണങ്ങളും വാഴുക കണ്ഠകർണസ്വാമിയും വാഴുക വടുതലം പാടം വെട്ടി വിന തുറന്ന മകനെ ഓമനാകരി ബുദ്ധിമായുള്ള അത്തന്മാരും വാഴുക പൊന്നരി അവണെ കാട്ടിൽ നടുകളം മുടി കൊണ്ടറിയിരിക്കുന്ന പൊന്നുണ്ണി വിഷമായ സ്വാമി വാഴുകേ നാഗമണിനാഗങ്ങളും വാഴുക മുത്തച്ഛൻ വിശ്വസിച്ചുള്ള മറ്റെല്ലാ ഇഷ്ടദേവതകളും വാഴുക നിങ്ങളൊക്കെ കൂട്ടുകെട്ട് ചങ്ങാളത്തമായി മനസ്സെങ്കില് മനപീഠം വൈരാഗ്യങ്ങൾ വയ്ക്കാതെ സന്തതി രക്ഷിപ്പാനും തറവാട് കാക്കുവാനും ധനം കാക്കുവാനും തൊള്ളാത്ത പെണിമാരെ തൊള്ളിക്കുവാനും ഒഴിയാത്ത ആട്ടുമാരണങ്ങളൊക്കെ തീർക്കുവാനും ശത്രുക്കളെ വെട്ടി പുറം നീക്കി മടവതിയെ അകം കൊള്ളിക്കുവാനും ഏഴുതിരിക്കലെ കുളിച്ചു നോറ്റുമാറ്റും പകർന്നെടുത്ത കൃഷ്ണ പിടിയാണവിടെ ഉള്ളകത്തുടകത്ത് വീണാകണ്ഠജ്ഞാന തുടർവഴി
വന്നിട്ട് അത് ഇന്നവണ്ണം വേണമെന്നും ഇപ്രകാരം വേണമെന്നും ഇഷ്ടത്തെ പറയുവാനും നഷ്ടത്തെ പറയുവാനും രണ്ട് മൂന്ന് വാക്ക് ഗുണദോഷ കാര്യങ്ങൾ അരുളി ചെയ്വതിനായി കാലവും നേരവും നേർച്ച വഴിപാട് വിളപ്പിക്കാതെ കണ്ടു കേട്ടു എഴുന്നള്ളി വരിക കല്ലമുല്ലേ പാരമ്പരെ മഹാവിരുദ വീരഭദ്രസ്വാമി എന്നപ്പോ തന്റെ പരദേവതേ കേളി കേട്ടാലും കേട്ടു ഇരുചെവി കിംബമാകണം തിരുമനം കണ്ട് ഉണരേണം മണിവിലാസ പൊഞ്ചിരി കൈക്കൊള്ളേണം പടയ്ക്കുമോ കൊടയ്ക്കും അഴകിയ പടയുടെ പൊന്നു 18 മലവാഴിമുണ്ടയ്യ ദൈവങ്ങളും വീരഭദ്രസ്വാമിയും കേൾക്കവേ ത്ത് ആദിശ്രീ കൈലാസം വാഴുക അസുരാപുരം വാഴുക ഉദിരാപുരം വാഴുക ഇന്ദ്രലോകം വാഴുക ദേവലോകം വാഴുക അസുരാലോകങ്ങളും വാഴുക കൈലാസത്ത് അച്ഛൻ പരമശിവനും വാഴുക ദാക്ഷായണി എന്ന മാതാവും വാഴുക ദേവലോകത്ത് ദേവഗുരു ബൃഹസ്പതിയും വാഴുക അന്നേരമായിരിക്കും നല്ലോ ദക്ഷന്മാരും വാഴുക ദക്ഷന്മാരുടെ കോട്ടയിലായിരിക്കും നല്ലോ ദക്ഷന്മാരായ ദക്ഷന്മാരൊക്കെ വരങ്ങളായ വരങ്ങളൊക്കെ കൈവഴങ്ങി അവരായിരിക്കുന്നല്ലോ ശൈവശാപം കൊണ്ടങ്ങനെ മുടിഞ്ഞു മൂലാണ്ടപ്പെട്ടരയിരിക്കുന്ന ഒരു കാലത്ത് അന്നേരം ദക്ഷന്മാര് പറഞ്ഞു ഇനി നമ്മൾക്ക് ഇതിനെ കൊണ്ടു മതിയായില്ലെങ്കിലൊട്ടും മതി പോരുന്നില്ല നമ്മൾക്കാകും നല്ലോ ശൈവശാപത്തിൽ നിന്നും മുക്തി നേടണം എന്ന് വന്നാല് നമ്മുടെ കോട്ടയിലായിരിക്കും നല്ലോ ദക്ഷയാഗം കഴിക്കണം എന്ന് വന്നാല് അഷ്ടനാളി ചെറുകണിയാനെ വരുത്തേണം കണിയാന വരുത്തണം എന്ന് വന്നാല് ആരെയൊരു തല ചൊല്ലേണം പറഞ്ഞയക്കണം എന്നും ദിനം തറയിരിക്കുന്ന നേരം നേരത്തായിരിക്കുന്നല്ലോ അമ്മയ്ക്കൊരു മകൻ പിറന്ന ഒറ്റയ്ക്കൊരുത്തനായ കടലോടി മന്ത്രശാല കടലോടി ദക്ഷന്മാരുടെ കോട്ടയോടെ കടന്നു ചെല്ലുമ്പോൾ ദക്ഷന്മാര് പറഞ്ഞു മന്ത്രശാല കടലോടി ഇവിടെ വന്നത് എത്രയ്ക്കും അഴകായി നിന്നെ തേടുവാനായി ആളെ അയപ്പാനിരുന്നൊരു നേരത്ത് ഇവിടെ വന്നതഴകായി ആയത് കൊണ്ട് നമ്മുടെ കോട്ടയിലാകുന്നല്ലോ ദക്ഷയാഗമൊന്ന് കഴിക്കണം പൊഴുതോട് മുഹൂർത്തം കുറിക്കണം ആയത് കൊണ്ടഷ്ടനാളി ചെറുകണിയാനെ വരുത്തേണം എന്നും പറഞ്ഞ് മേൽമടിയിൽ അരി അളന്നു കൊടുത്തു കീഴ്മടിയിൽ പാവും പഞ്ഞ തിന്നാമൃതം കൊടുത്തു പിടി നിറഞ്ഞ അമ്പും വില്ലും അസ്ത്രം പൂട്ടേറ്റി കൊടുക്കുമ്പോൾ ആയതിനെ കൈവണങ്ങി മന്ത്രശാല കടലോടിയാകുന്നല്ലോ അഷ്ടനാളി ചെറുകണിയാനെ വിളിക്കുവാൻ വഴി പോകുന്ന നേരം ായിരിക്കുന്നല്ലോ അഷ്ടനാളി ചെറുകണിയാന്റെ ആനവാതിൽ പോർപ്പടി കടന്നു ചെല്ലുമ്പോ കണിയാന് നേടി വിളി പകരുന്നു ഒരു നേരത്ത് കണിയാനും വിളിയും കേട്ടു മന്ത്രശാല കടലോടിയും പറഞ്ഞു എന്നെ ദക്ഷന്മാര് ചൊല്ലി പറഞ്ഞ രക്ഷതാണ് ദക്ഷന്റെ കോട്ടയിലായിരിക്കുന്നല്ലോ ദക്ഷയാഗം ഒന്ന് കഴിക്കണമെന്ന് വന്നാല് പൊഴുതോട് മുഹൂർത്തം കുറിക്കണം ആയത് കൊണ്ട് നിങ്ങളെന്റെ കൂടെ വഴി പോരണം എന്ന വണ്ണം കേട്ടു ആവണി നെല്ലി പെരുമ്പലകായി എടുത്തു കവടി സഞ്ചിയാലെ എടുത്തു പഞ്ചാംഗം എടുത്തു മന്ത്രശാല കടലോടിയോടൊത്തങ്ങനെ വഴിയാല വഴി പോരുന്നു ദക്ഷന്റെ കോട്ടയോടെ ചെല്ലുമ്പോ കണിയാനിരിക്കുവാനായി കണ്ടങ്ങ പട്ടുപുൽപ്പായ തട്ടി തടം വിരിച്ചു കൊടുത്തു ആയതിലും ചെന്നറയിരിക്കുന്നു ഒരു നേരത്ത് മണി വിളക്കിൽ ദീപം കുളർത്തി വയ്ക്കുമ്പോൾ അന്നേരത്തായിരിക്കും നല്ലോ ആവണി നെല്ലി പെരുമ്പലകയെടുത്തു വച്ചു ഭസ്മം കൊണ്ട് 12 രാശിയും വരച്ചു 12 രാശിയിലും പുഷ്പമിട്ട് വന്ദന കഴിഞ്ഞു 7 ആഴ്ച കൊണ്ടും
16 ഭക്തം കൊണ്ടും 96 മുഹൂർത്തം കൊണ്ടും എണ്ണി കണക്കിട്ടോതി നോക്കുമ്പോ അന്നൊരു പൊഴുത് കാണുന്നു അന്നേ കൂടാത്ത ഈ 7-ാം നാൾ ദിവസത്തിൽ മറ്റൊരു പൊഴുത് കാണുമ്പോ ആ പൊഴുതിൽ കുറിമടക്കോല മുറിച്ചു കൊടുക്കുമ്പോ ആയതും കൈവഴങ്ങി ദക്ഷിണ കൈവഴങ്ങി കണിയാനും വഴി പോകുമ്പോ അവിടെ നിന്ന് ദക്ഷന്മാര് പറഞ്ഞു, ഇനി നമ്മൾക്കാകുന്നല്ലോ നമ്മുടെ ദക്ഷയാഗം. നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, 4 കൊല്ലം മലപർവ്വതത്തിലുള്ള മഹാജനങ്ങളെയൊക്കെ അറിവ് കൂട്ടണം, ദേവാദിദേവഗണങ്ങളൊക്കെ അറിവ് കൂട്ടണം എന്നും പറഞ്ഞങ്ങനെ മന്ത്രശാല കടലോടിയാകുന്നല്ലോ. ഇന്ദ്രലോകത്ത് ചെന്ന് ഇന്ദ്രദേവനെയും ദേവലോകത്ത് ചെന്നു ദേവഗുരുവിനെയൊക്കെ അറിവിനെ കൂട്ടിക്കിടക്കു ചെന്ന് ആദിത്യ ഭഗവാനെ അറിവ് കൂട്ടിയക്കു ചെന്ന് രണ്ടൻ കൊണ്ടൻ കണ്ടകർണന്മാരെ അറിവ് കൂട്ടി രാകൊടുതന്ത്ര ഭഗവാനെയൊക്കെ അറിവ് കൂട്ടി അന്നേരമായിരിക്കുന്നല്ലോ അവരായിരിക്കുന്നല്ലോ ഇലകണ്ഠ വൃക്ഷത്തെയും തലകണ്ഠ മാനുഷരെയും ദക്ഷയാഗങ്ങളൊക്കെ അറിവിനെ കൂട്ടി വേഗം തന്നെ ദക്ഷന്റെ കോട്ടയോടെ ചെല്ലുമ്പോ അന്നേരത്തായിരിക്കുന്നല്ലോ വിഷ്ണുലോകത്ത് ചെന്നു വിഷ്ണുദേവനെയും ബ്രഹ്മലോകത്ത് ചെന്നു ബ്രഹ്മദേവനെയൊക്കെ അറിവിനെ കൂട്ടി വഴി പോരുമ്പോ ദക്ഷന്മാരും പറഞ്ഞു, ഇനി നമ്മൾക്കായിരിക്കുന്നല്ലോ വേഗം തന്നെയായിരിക്കുന്നു. അറിയിച്ചു വന്ന മഹാജനങ്ങൾ വന്നാല് അവർക്കിരിക്കുവാനുള്ള കല്യാണ പന്തലുകൾ വെട്ടി ചമയ്ക്കണം എന്നും പറഞ്ഞ് വേഗം തന്നെ തച്ചാർകോട്ട് മണിമാമലപ്പുറത്തുള്ള കുടിയിൽ മൂത്ത ദേവാചാരികളെ വേഗം തന്നെ കൂട്ടിക്കൊണ്ടുവഴി പോരുന്നേ. മൂത്ത ദേവാചാരി വിശ്വകർമാവും വന്നു. അന്നേരം അവരായിരിക്കുന്നല്ലോ മഞ്ഞടി എന്ന മണിമാമലപ്പുറത്തോടെ കടന്നു ചെല്ലുന്നു. അവരായിരിക്കുന്നല്ലോ ഓരോരോ മരങ്ങളൊക്കെ കണ്ടറിഞ്ഞു. അന്നേരം ഓരോരോ മരങ്ങളും മുറിച്ചു അക്കടിയിൽ വീഴാതെ കണ്ട്, വള്ളിക്കൂട്ടത്തിൽ പിണയാതെ കണ്ട് മരങ്ങളായ മരങ്ങളൊക്കെ മുറിച്ചും കൊണ്ട് വഴി പോരുന്നു. ദക്ഷന്റെ കോട്ടയോടെ വഴി ചെല്ലുമ്പോ അന്നേരത്തായിരിക്കും നല്ല വേഗം തന്നെ 4 കാപന്തലകത്ത് 2 കാപന്തൽ 1 കാപന്തൽ പാട്ടുപന്തൽ വീര്യ പന്തൽ നെടും പന്തലുകളൊക്കെ വെട്ടി പണിവ് തീർത്തു. അന്നേരത്തായിരിക്കും നല്ലോ യാഗശാലകളും ഹോമശാലകളൊക്കെ കൂത്തുശാലകളൊക്കെ പണിവും തീർത്തു. ദേവാചാരികൾക്ക് പട്ടും വളകള് സമ്മാനം കൊടുത്തു. അവരും പോയി വഴി മറയുമ്പോ അപ്പോ പറഞ്ഞിനി നമ്മൾക്കാകുന്നല്ലോ. അറിയിച്ചു വന്ന മഹാജനങ്ങളൊക്കെ വന്നു എന്ന് വന്നാല് അവർക്കായിരിക്കുള്ളൂ അന്നമത് ബോധനം കൊടുക്കണ്ടേ എന്നും പറഞ്ഞ് ഓരോരോ നാട്ടിലും ചെന്നു നെടിയരി പൊടിയരി പക്കം പഴയരി ഇലവരി എന്തുള്ളു നാടൻ നേന്ത്രക്കായകളും അരിയും അരിക്കൊത്ത കറി സാധനങ്ങളൊക്കെ ദക്ഷന്റെ കോട്ടയോടെ വന്നു ചേരുമ്പോ അന്ന് അത്തമുന്നം പാർത്ത് വിറ്റന്നാള് പുലർകാലെ അറിയിച്ചു വന്ന മഹാജനങ്ങളൊക്കെ മെയ്യോകം തെളിഞ്ഞു കാണുമ്പോ ചെണ്ട കൊട്ടുന്ന മാരയാന്മാര് വന്ന് ചെണ്ട കുട്ടി തെരിയുണർത്തി. കോലകത്ത പിള്ളേര് വന്ന് കോൽക്കളിയും തുടങ്ങി. വീനകത്ത പിള്ളേര് വന്ന് ചിത്രവിടികളൊക്കെ തുടങ്ങുമ്പോ കെട്ടും പിടിയാലപാരത്തോടെ ഒരുതുന്നോരു നേരത്ത് കൈലാസത്ത് അച്ഛൻ പരമശിവനും ദാക്ഷായണി എന്ന മാതാവ് അങ്ങനെ കേട്ടറിയുമ്പോ നേരത്തായിരിക്കുന്നല്ലോ ദാക്ഷായണിയായിരിക്കുന്നല്ലോ. അച്ഛൻ പരമശിവനോടും പറഞ്ഞു, ഭഗവാനെ കേട്ടുകൊണ്ടാലും ദക്ഷന്റെ കോട്ടയിലായിരിക്കുന്നു. ദക്ഷന്റെ കോട്ടയിൽ ദക്ഷയാഗത്തിനുള്ള കാലമായല്ലോ, നേരമായല്ലോ. ഞാനൊന്ന് ദക്ഷയാഗം കാണാനായിട്ട് എന്റെ കോട്ട നോക്കി വഴി പോകട്ടെ. ആയത് കേട്ടോരു നേരത്ത് അച്ഛൻ പരമേശ്വരൻ പറഞ്ഞു, അല്ലയോ ദാക്ഷായണി, ദക്ഷയാഗം കാണാൻ പോകണ്ട. ദക്ഷന്മാരവരാകുന്നല്ലോ ദേവാദിദേവന്മാരെയൊക്കെ അറിവിനെ കൂട്ടി 4 കൊല്ലം മലപർവ്വതത്തിലുള്ള മഹാജനങ്ങളെയൊക്കെ അറിവും കൂട്ടി അവരായിരിക്കും നല്ലോ കൈലാസത്ത് വന്ന് നമ്മളെ മാത്രം ദക്ഷയാഗം അറിവ് കൂട്ടിയിട്ടില്ല. ആയത് കൊണ്ട് ദക്ഷയാഗം അറിയാതെ കണ്ട് നമ്മൾ അവിടെ ചെന്നു എന്ന് വന്നാല് അവരായിരിക്കും നല്ലോ വിളിക്കാതെ ദക്ഷയാഗത്തിന് ചെന്നെന്നും പറഞ്ഞ് നാണക്കേടിനിടയായി എന്ന് വന്നാല് ഇങ്ങോട്ട് തിരിച്ചു വഴി വരരുത് എന്ന വണ്ണം അച്ഛൻ പരമേശ്വരൻ പറഞ്ഞു കാണുന്നേ. നേരത്തെ
ദാക്ഷായണിയും പറഞ്ഞു, അല്ലയോ ഭഗവാനെ, എന്റെ കോട്ടയിൽ നടക്കുന്ന ദക്ഷയാഗത്തിന് അവനായിരിക്കുന്നല്ലോ. ക്ഷണിച്ചില്ല എന്ന് വന്നാലും എനിക്ക് ദക്ഷന്മാരുടെ കോട്ടയിലേക്കൊന്ന് വഴി പോകണം എന്നും പറഞ്ഞങ്ങനെ അച്ഛന്റെ വാക്കിനെ ലംഘിച്ചു. ദാക്ഷായണിയായിരിക്കുന്നല്ലോ. വേഗം തന്നെ കൈലാസത്ത് നിന്നങ്ങനെ വഴിയാതെ വഴി പോരുമ്പോ ദക്ഷന്മാരുടെ കോട്ടയിലായിരിക്കുന്നല്ലോ. അവരങ്ങനെ അറിയിരിക്കുന്ന ഒരു നേരത്ത് ഓരോരുത്തരും വന്നു, ഓരോരോ മണ്ഡപത്തറയിലും അറിയിരിക്കുന്ന ഒരു നേരത്ത് ബ്രഹ്മദേവനും വന്നു, വിഷ്ണുദേവനും വന്നു, ദേവഗുരു ബൃഹസ്പതിയും വന്നങ്ങനെ ഇന്ദ്രദേവനൊക്കെ വന്നറിയിരിക്കുന്ന ഒരു നേരത്ത് ദക്ഷയാഗത്തിനുള്ള കാലമായോ നേരമായോ ബ്രഹ്മദേവ എന്ന വണ്ണം ചോദിക്കുമ്പോ കാലമായി നേരമായി എന്നങ്ങനെ കേൾക്കുമ്പോ അരളി കളഞ്ഞു. അഗ്നിയും കുളർത്തുന്നല്ലോ. അവിടെ ദക്ഷയാഗങ്ങളൊക്കെ തുടങ്ങുമ്പോ ദാക്ഷായണിയായിരിക്കുന്നല്ലോ. ദക്ഷന്റെ കോട്ടയിലേക്ക് അങ്ങനെ കടന്നു ചെല്ലുന്ന കാലം ായിരിക്കുന്നല്ല. വേഗം തന്നെ ദക്ഷന്റെ കോട്ടയിലേക്ക് അങ്ങനെ കടന്നു ചെല്ലുന്നു ഒരു നേരത്ത്. അന്നേരത്ത് ദക്ഷന്മാരും കണ്ടറിഞ്ഞു. അവിടെ നിന്നായിരിക്കുന്നു മൂത്ത കോവില ദക്ഷനായിരിക്കുന്നല്ലോ. വേഗം തന്നെ ദാക്ഷായണിയെ എതിർത്തെടുത്തു. നിൽക്കവിടെ, നിന്നെ ആരും ഇങ്ങോട്ട് ദക്ഷയാഗത്തിന് ക്ഷണിച്ചിട്ടില്ല. നിന്നെയും നിന്റെ മാറഴകൻ ഭർത്താവിനെയും ദക്ഷയാഗം ക്ഷണിച്ചിട്ടില്ല. ആയത് കൊണ്ട് വിളിക്കാതെ വന്ന ദാക്ഷായണി, നീ ഇപ്പൊ തന്നെ പുറത്തു പോകണം എന്ന വണ്ണം കേൾക്കുന്ന ഒരു നേരത്ത് അന്നേരം പറഞ്ഞു, എന്റെ കോട്ടയിൽ നടക്കുന്ന ദക്ഷയാഗത്തിന് വിളിക്കേണ്ടതുണ്ടോ? ഞാനായിരിക്കുന്നല്ലോ. ദക്ഷയാഗത്തിന് വന്നു എന്റെ മാറഴകൻ ഭർത്താവിനെ നിങ്ങൾ ദക്ഷയാഗം അറിയിച്ചിട്ടില്ല. ആയത് കൊണ്ട് ദേവാദിദേവന്മാരെയൊക്കെ ദക്ഷയാഗം അറിവും കൂട്ടി. ശിവനില്ലാതെ ദക്ഷയാഗമുണ്ടോ, യാഗമുണ്ടോ, യോഗമുണ്ടോ ദക്ഷന്മാരെ എന്നും പറഞ്ഞങ്ങനെ അച്ഛനും മകളും അങ്ങനെ തർക്കം തുടങ്ങുന്ന ഒരു നേരത്ത് മൂത്ത കോവിലെ ദക്ഷനും പറഞ്ഞു, അല്ലയോ ദാക്ഷായണി, നിന്റെ മാറഴകൻ എന്ന് വന്നാല് അവനായിരിക്കുന്നല്ലോ. ചുടലധാരിയല്ലേ, ചുടയിൽ താമസിക്കുന്നവനല്ലേ, ഭസ്മധാരിയല്ലേ. അന്നേരത്ത് പറഞ്ഞു, ആഭരണങ്ങൾ എന്ന് വച്ചാല് കഴുത്തില് നാഗങ്ങളെ മാലയായി അണിഞ്ഞ് നടക്കുന്നവനല്ലേ. ആയത് കൊണ്ട് അന്നേരത്തായിരിക്കുന്നു ദക്ഷയാഗത്തിന് ശിവനും ഇങ്ങോട്ട് വന്നു എന്ന് വന്നാല് ദക്ഷയാഗങ്ങളൊക്കെ അശുദ്ധിയായി പോകും എന്ന വണ്ണം പറഞ്ഞ് അച്ഛന്റെ വാക്കിനെ കേട്ടു. ദാക്ഷായണിക്കാകുന്നല്ലോ അരിയാക്ഷര കോപം പടജനിച്ചു. ശിവനില്ലാതെ യാഗം നടക്കുന്നത് ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ദാക്ഷായണിയായിരിക്കും നല്ല വേഗം തന്നെ യാഗശാലയിലേക്ക് ഓടുന്നു. അന്നേരത്ത് ദാക്ഷായണിയാകുന്നല്ലോ ഹോമകുണ്ടം കണ്ടറിഞ്ഞ് കാണുന്നേ. ഹോമകുണ്ടങ്ങളും കണ്ടറിഞ്ഞു. ദാക്ഷായണി എന്ന മാതാവായിരിക്കുന്നല്ലോ ഹോമകുണ്ടത്തിലേക്ക് എടുത്തൊരു ചാട്ടം കൊടുക്കുന്നല്ലോ. ദാക്ഷായണി എന്ന മാതാവായിരിക്കുന്നല്ലോ സതിയായുതിരിഞ്ഞു കത്തിക്കരിഞ്ഞ ചേതനയറ്റ ശരീരമായി കിടക്കുന്ന ഒരു നേരത്ത് ദക്ഷന്മാരൊക്കെ പേടിച്ചു വിറച്ചു ഭയപ്പെട്ടു. യാഗങ്ങളൊക്കെ മുടങ്ങുന്ന ഒരു നേരത്ത് അന്നേരത്തായിരിക്കുന്നു യാഗം മുടങ്ങി. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ കണ്ട് ദേവാദിദേവങ്ങളെ ഗണങ്ങളൊക്കെ ദുഃഖിച്ചറിയിരിക്കുമ്പോൾ കൈലാസത്തായിരിക്കുന്നു അച്ഛൻ പരമേശ്വരനായിരിക്കുന്നല്ലോ. മായത്ര കണ്ണാല കണ്ടറിഞ്ഞു ഒരു നാളത്തെ ദക്ഷയാഗത്തിന് പോയ പാർവതി മാതാവിനെ ഇത്ര നാളായിട്ടും കണ്ടിട്ടില്ല എന്നും പറഞ്ഞ അച്ഛൻ പരമശിവനായിരിക്കുന്നല്ലോ. വെള്ളി പോർ കുതിരയുടെ പുറത്തു കയറി വേഗം തന്നെ ദക്ഷന്റെ കോട്ട നോക്കി വഴി പോരുന്നേ. അന്നേരത്തായിരിക്കുന്നു അച്ഛൻ പരമേശ്വരനായിരിക്കുന്ന വേഗം തന്നെ ദക്ഷന്മാരുടെ കോട്ടയോട് വന്നു നോക്കുന്ന ഒരു നേരത്ത് യാഗശാലകളും ഹോമശാലകളൊക്കെ കണ്ടറിഞ്ഞൊരുന്ന നേരത്ത് അന്നേരത്തിലായിരിക്കുന്നു ഹോമകുണ്ടത്തിലായിരിക്കുന്നു ദാക്ഷായണി എന്ന മാതാവ് കത്തിക്കരിഞ്ഞ ചേതനയറ്റ ശരീരം കണ്ടു. അച്ഛൻ പരമേശ്വരനായിരിക്കുന്നല്ലോ സതീ 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 എന്നും പറഞ്ഞ് വിലപിച്ചുകൊണ്ട് കത്തിക്കരിഞ്ഞ ചേതനേറ്റ ശരീരം തോളിൽ മേറ്റി
അച്ഛൻ പരമേശ്വരനായിരിക്കുന്നല്ലോ. ദക്ഷിണാദിക്കു നോക്കി ഇന്ദ്രിയായി നടക്കുന്ന ഒരു നേരത്ത് അന്നേരത്തായിരിക്കുന്നല്ലോ. വേഗം തന്നെ ഭൂമി ലോകത്ത് ശിവ അന്നേരത്തായിരിക്കുന്നല്ലോ. അന്നേരത്തായിരിക്കുന്നല്ലോ ശിവനായിരിക്കുന്നല്ലോ. ഇന്ദ്രിയായി നടക്കുന്ന ഒരു നേരത്ത് സൃഷ്ടി സ്ഥിതി സംഹാരം നടക്കാതെ കണ്ട് ദേവാദിഗണങ്ങളൊക്കെ ദുഃഖിച്ചു. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ കണ്ട് ശിവനിൽ നിന്നു സതിയെ വേർതിരിക്കണം എന്ന് വന്നാൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നങ്ങനെ നിനന്തു. അന്നേരം മഹാവിഷ്ണു ആയിരിക്കുന്നല്ലോ ഒരു കുട്ടിയുടെ മായാവേഷം അവതരിച്ചു. അമ്പും വില്ലും വസ്ത്രം എടുത്ത് വേഗം തന്നെ ശിവന്റെ പിൻപുറമെ അവളനെ പോലെ വഴി നടന്നു. വേഗം തന്നെയായിരിക്കുന്നല്ലോ ഒന്നല്ലോ കുട്ടിയായിരിക്കുന്നല്ലോ. അമ്പും വില്ലും അസ്ത്രം എടുത്തു ശരം തൊടുക്കുന്ന ഒരു നേരത്ത് സതി എന്ന കത്തിക്കരിഞ്ഞ ചേതനയിലെ ശരീരം 10 തൂപങ്ങളാക്കി ഭൂമിയിൽ മുറിച്ചിട്ട് കാണുന്ന നേരം കഴിഞ്ഞു കാണുന്ന ഒരു നേരത്ത് ശിവനിൽ നിന്നും ശക്തിയെ വേർതിരിച്ചു. ആയത് കൊണ്ട് ശിവന് ശക്തിയില്ലാതറിയിരിക്കുന്ന ഒരു കാലത്ത് ഇനി ആയിരിക്കുന്നു നമ്മൾക്കായിരിക്കുന്നല്ലോ. അച്ഛൻ പരമേശ്വരനായിരിക്കുന്നല്ലോ. ശക്തിയില്ലാതെ കൊണ്ട് അറിയിരുന്നാൽ പോരാ. ആയത് കൊണ്ട് ഭൂമി ലോകത്ത് സൃഷ്ടിസ്ഥിതി സംഹാരം നടക്കാതെ കണ്ട് അന്നേരം എല്ലാവരും പറഞ്ഞു ഇനി നമ്മൾക്കായിരിക്കുന്നല്ലോ ആദിപരാശക്തിയെ അഭയം പ്രാപിക്കാമെന്നും പറഞ്ഞു വേഗം തന്നെ ആദിപരാശക്തിയെ അഭയം പ്രാപിച്ചു. അന്നേരത്തായിരിക്കുന്നല്ലോ ആദിപരാശക്തിയായിരിക്കുന്നല്ലോ. പ്രത്യക്ഷപ്പെട്ടു കാണുമ്പോ അന്നേരത്ത് പറഞ്ഞു നിങ്ങളായിരിക്കുന്നല്ലോ ഒട്ടും തന്നെ ക്ലേശിക്കേണ്ട ദുഃഖിക്കേണ്ട. ഞാനായിരിക്കുന്നല്ലോ അനവധി കാലം കഴിയുമ്പോ ഹിമവാന്റെ പുത്രിയായി പാർവതി ദേവിയായി ജന്മം കൊണ്ട് അച്ഛൻ പരമശിവനായിരിക്കുന്നു. ശക്തിയായി അറിയിരുന്നു കൊള്ളാം എന്നും പറഞ്ഞങ്ങനെ ആയതും കേട്ടു. അന്നേരം അവരൊക്കെ പോയി വഴി മറയുമ്പോ ഏറിയൊരു ദിനങ്ങളും കാലങ്ങളൊക്കെ കടന്നു പോകുമ്പോ അന്നേരത്തായിരിക്കുന്നു ഹിമവാന്റെ പുത്രിയായി പാർവതി ദേവി കുടികൊണ്ടറിയിരിക്കുന്ന ഒരു നേരത്ത് അച്ഛൻ പരമേശ്വരന് ശക്തിയായി അറിയിരുന്നു. അന്നേരം കൈലാസത്ത് അച്ഛൻ പരമശിവനും പാർവതി മാതാവും അറിയിരിക്കുമ്പോ അച്ഛൻ പരമേശ്വരനും പാർവതി മാതാവും പറഞ്ഞു ഈ ചതി ചെയ്ത ദക്ഷന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. ദക്ഷന്റെ കോട്ട തകർക്കണം. ദക്ഷന്റെ ശിരസറുക്കണം. ആയതിന് ആരേ എതിർത്തല് ചൊല്ലേണം പറഞ്ഞേക്കണം എന്നങ്ങനെ ക്ലേശിച്ചു ദുഃഖിച്ചറിയിരിക്കുന്ന നേരം ശിവനാകുന്നല്ലോ. കിഴക്കിനിയാമെന്ന പുറം വാതുക്കൾ കടന്നു ചെല്ലുന്നു. കുന്നിക്കൂവളത്തിന്റെ പിറക് കൈപ്ലാവിന്റെ പിറക് നല്ലെണ്ണ നിറഞ്ഞൊരുക്കം കഞ്ചാമ എള്ളും കടുകും നവധാന്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അച്ഛന്റെ ഹോമകർമ്മങ്ങൾക്ക് ആകർഷത്തോടെ കൊണ്ടേറുമ്പോ ഹോമത്തിൽ നിന്നും പരിഹോമത്തിൽ നിന്നും കുഞ്ഞിക്കൊമ്പനെന്നും കുടവയറനെന്നും 2 ഗണപതി മക്കൾ അച്ഛന്റെ തിരുമുമ്പിലേക്ക് ചാടി വീഴുമ്പോ അച്ഛനെ അറക്കുവാനും കൊല്ലുവാനും ചെല്ലുമ്പോ അച്ഛൻ പരമേശ്വരൻ പറഞ്ഞു അല്ലയോ ഗണപതി മക്കളെ എന്നെ അറക്കുവാനോ കൊല്ലുവാനോ അല്ല നിങ്ങളെ തോറ്റി വിളിച്ചത്. ആയത് കൊണ്ട് നിങ്ങൾ ദക്ഷന്റെ കോട്ടയിലൊന്ന് വഴി പോകണം. ദക്ഷന്റെ കോട്ട തകർക്കണം. ദക്ഷന്റെ ശിരസും മറുത്തു കാഴ്ച വച്ചു എന്ന് വന്നാല് നിങ്ങളുടെ ദാഹങ്ങളും കോപങ്ങളൊക്കെ തീർത്തു തരുവാനും കുറ്റം കുറവില്ല എന്നാണെന്നും കേൾക്കുമ്പോ അവർക്കടകിയ ഓരോരോ ആയുധങ്ങള് ഇരുമ്പുലക്ക ഇരുമ്പ് ചങ്ങല തോറ്റിക്കൊടുക്കുമ്പോ ഇരുമ്പുലക്ക നിവർത്തി പിടിച്ചു. ഇരുമ്പ് ചങ്ങല പന്തീരാൻ വീശി അവിടെ നിന്നങ്ങനെ വേഗം തന്നെ വഴിയാല വഴി പോരുന്ന നേരം അങ്ങനെ 2 ഗണപതി മക്കള് അവിടെ നിന്നും വഴിയാല വഴി പോരുന്നു. ദക്ഷന്റെ കോട്ടയോടെ ചെല്ലുമ്പോ ദക്ഷന്മാരും കണ്ടറിഞ്ഞു. അന്നേരത്തായിരിക്കുന്നല്ലോ മൂത്ത കോവില ദക്ഷനും പറഞ്ഞു ഇപ്പോഴൊരു 2 ഗണപതി മക്കളുടെ പടയുടെ വരവുണ്ടല്ലോ. അവരുടെ ദാഹങ്ങളും കോപങ്ങളൊക്കെ തീർത്തില്ല എന്ന് വന്നാൽ നമ്മളുടെ കോട്ട മുടിക്കുവാനും കുറ്റം കുറവില്ല. കോട്ടഗോപുര നടയിലായിരിക്കുന്നു മലയോളം മലരുകുന്നോളം ശർക്കര കദളിവാടത്തോട്ടങ്ങളൊക്കെ തട്ടിയിലാ തുറന്നു വയ്ക്കണം പറഞ്ഞിനാ വാചകം മടങ്ങും മുമ്പേ
അടച്ച കണ്ണു തുറക്കും മുമ്പേ കോട്ട ഗോപുരതയിലായിരിക്കുന്നു. മലയോളം മലരു കുന്നോളം ശർക്കര കദളിവാഴത്തോട്ടങ്ങളൊക്കെ തട്ടിതാൾ തുറന്നു വയ്ക്കുമ്പോൾ അന്നേരം ഗണപതി മക്കളും മലയോളം മലര് കാണുമ്പോ മലര് വാരി വാരി തിന്നുന്നു, ശർക്കര വാരി തിന്നുന്നു. കദളിവാഴത്തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കദളിവാഴകളൊക്കെ ഒടിച്ചു തീൻ തുടങ്ങി. അന്നേരത്തായിരിക്കുന്നല്ലോ അവരുടെ കുഞ്ഞിക്കുമ്പൻ കുടവയറും നിറഞ്ഞു. അച്ഛൻ പറഞ്ഞയച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയി, കൈലാസം മറന്നു. ദക്ഷന്മാർക്ക് താങ്ങും പറ്റുമായി ദക്ഷന്റെ കോട്ടയിൽ കഴിയുന്ന കാലം. കൈലാസത്തച്ഛൻ പരമേശ്വരനായിരിക്കുന്നല്ലോ. രണ്ടല്ലോ ഗണപതി മക്കളുടെ ശക്തിയും ബുദ്ധിയും വിലക്കരുത്ത് കാണാതെ കണ്ട് ഇനി എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നും പറഞ്ഞ് ക്ലേശിച്ചും ദുഃഖിച്ചറിയിരിക്കുമ്പോൾ അച്ഛന്റെ കേശാധിപാതത്തിൽ നിന്നും 60 കാളിമാര്, 70 ചാമുണ്ടേശ്വരിമാര്, എബ്രകൂട്ടം പൈലവന്മാര്, പടകലിചാത്തന്മാര്, 12 കണ്ഠകർണന്മാര്, 10 വളകുട്ടിച്ചാത്തന്മാര് അച്ഛന്റെ തിരുമുമ്പിലേക്ക് ചാടി വീഴുമ്പോ അച്ഛൻ പരമേശ്വരൻ പറഞ്ഞു, അല്ലയോ മക്കളെ, നിങ്ങളാകുന്നല്ലോ ദക്ഷന്റെ കോട്ടയിൽ വഴി പോകണം. ദക്ഷന്റെ കോട്ട ഗോപുരങ്ങളൊക്കെ ഇടിപൊടി തകരം തകർക്കണം. ദക്ഷന്റെ ശിരസറുത്തു എനിക്ക് കാഴ്ചവച്ചു എന്ന് വന്നാല് നിങ്ങളുടെ ദാഹങ്ങളും കോപങ്ങളൊക്കെ അച്ഛൻ തീർത്തു തരുവാനും കുറ്റം കുറവില്ല എന്ന വണ്ണം കേട്ടോ. ഒരു നേരത്ത് അന്നേരം അവർ കഴകിയ ആയുധങ്ങളൊക്കെ കൈവഴങ്ങി ദക്ഷന്മാരുടെ കോട്ട ഗോപുരം നോക്കി വഴി പോരുന്ന നേരം വഴി ചെല്ലുമ്പോ ദക്ഷന്മാര് 10 പടകുട്ടിച്ചാത്തന്മാരുടെ വരവിനെ കണ്ടു വേഗം തന്നെ കോട്ട ഗോപുരതടയിലായിരിക്കുന്നല്ലോ. 1008 കുറുമ്പ എന്ന കോഴി 108 കൊറ്റനെന്ന ആടിനെ ഒരു പന്തീർ പറകൊള്ളുന്ന പാത്രത്തിൽ പൂങ്കുരുതിയും ഒരുക്കി വയ്ക്കുമ്പോ അന്നേരത്തായിരിക്കുന്നു വേഗം തന്നെ അന്നേരത്തായിരിക്കുന്നല്ലോ ഭൈരവാദി ഗണങ്ങളും. അന്നേരത്തായിരിക്കുന്നു 10 പറകുട്ടിച്ചാത്തന്മാരും കോട്ട ഗോപുര നടയോടെ ചെല്ലുന്നു. ഒരു നേരത്ത് കോഴിയെ കാണുമ്പോ കോഴിയെ പിടിച്ച് കടുന്നനെ കടിച്ചു, കുടുന്നനെ കുടിച്ചു. ആടിനെ പിടിച്ചു കൊള്ള പൊട്ടിച്ചു, രക്തം കുടിച്ചു. പന്തീർ പറകൊള്ളുന്ന പാത്രത്തിലെ പൂങ്കുരുതിയും കുടിച്ചു വെറ്റിച്ചു. അവരുടെ ദാഹം മാറി, കോപം മാറി. അന്നേരത്തായിരിക്കുന്നു ദക്ഷന്മാർക്ക് താങ്ങും പറ്റുമായി ദക്ഷന്റെ കോട്ടയിൽ കഴിയുന്ന കാലം. പരമേശ്വരനാകുന്നല്ലോ ചൊല്ലി പറഞ്ഞേച്ച മക്കളുടെ ശക്തിയും ബുദ്ധിയും വിലക്കരുത്ത് കാണാതെ കണ്ട് അച്ഛൻ പരമേശ്വരനാകുന്നല്ലോ. അടിക്കാത്ത പൊടി മണ്ണില്ല ഉണ്ടലച്ച് കിടന്നു ദുഃഖം മുറവിളി കേഴുന്നു. ഒരു നേരത്ത് അച്ഛന്റെ കണ്ണുനീര് ഭൂമിയിൽ വീഴുമ്പോ ഭൂമിദേവി നല്ലമ്മ കേട്ടറിഞ്ഞ് ഭൂമി രണ്ടാക്കി കുത്തിപ്പിളർന്നു. അച്ഛന്റെ തിരുമുമ്പിലേക്ക് ചെല്ലുന്നു. എന്തിനാണ് അച്ഛ പരമേശ്വര ഭഗവാനെ നിങ്ങളിങ്ങനെ ക്ലേശിച്ചു ദുഃഖിച്ചു? അടിക്കാത്ത പൊടിമണ്ണിൽ ഒട്ടലച്ച് കിടന്നു ദുഃഖം മുറവിളി കേടുന്ന കാരണമായത് കേട്ടപ്പച്ചൻ പരമേശ്വരൻ പറഞ്ഞു, ദക്ഷന്റെ കോട്ട തകർക്കുവാനായി ഏറിയൊരു മക്കളെയൊക്കെ തോറ്റി പറഞ്ഞേച്ചു. ഇത്ര നേരമായിട്ടും ദക്ഷന്റെ കോട്ട തകർത്തില്ല, ദക്ഷന്റെ ശിരസും അറുത്തില്ല. അന്നേരത്ത് ചൊല്ലി പറഞ്ഞയച്ച മക്കളുടെ ശക്തിയും ബുദ്ധിയും കണ്ടില്ല. ആയത് കേട്ടൊരു നേരത്ത് ഭൂമിദേവി നല്ലമ്മ പറഞ്ഞു, അല്ലയോ അച്ഛ പരമേശ്വര ഭഗവാനെ, ക്ലേശിക്കണ്ട ദുഃഖിക്കണ്ട. അച്ഛന്റെ പുത്രൻ സകലാണ്ട പുത്രൻ കൊങ്ങാട്ടരുളും മഹാബിരുദ വീരഭദ്രനെ ചൊല്ലി പറഞ്ഞയച്ചാലു. അച്ഛൻ പരമേശ്വരൻ പറഞ്ഞു, അല്ലയോ ഭൂമിദേവി നല്ലമ്മേ, അവനെ വിളിച്ചാൽ അവൻ വലിയ ഭൂമിദേവി നല്ലമ്മേ. അവൻ ജനിച്ച നാളിലും വളർന്ന നാളിലും 32 തൃത്തല, 64 തൃക്കൈ, 1001 തൃച്ചിട, അടിക്കാറായിരം പാമ്പ്, മുടിക്ക് 3000 പാമ്പണിഞ്ഞ അഴകായ മൂലം കൊണ്ട് അവനെ എടുത്തുകൂടാ വളർത്തി. കൂടാതെ വന്നപ്പോ ചക്രമണി എന്ന പീഠം പരിമുകളിൽ അവനെ
കച്ചടച്ച് പൂട്ടിക്കളഞ്ഞതല്ലേ. അന്ന് വേണ്ട എന്നും ഇന്ന് വേണമെന്ന് വന്നാല് അവനെ വിളിച്ചാലോ അവൻ വന്നില്ലെങ്കിലോ അന്ന വണ്ണം കേട്ടോ ഒരു നേരത്ത് ഭൂമിദേവി നല്ലമ്മ പറഞ്ഞു, ഭഗവാനെ ഞാനൊന്ന് നോക്കട്ടെ, വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ഭൂമിദേവി നല്ലമ്മ വേഗം മകൻ കിടക്കുന്ന പൂഞ്ചോല തടം നോക്കി വഴി പോരുന്ന നേരം മകൻ കിടക്കുന്ന പൂഞ്ചോല തടത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ഭൂമിദേവി നല്ലമ്മ മകനെ വിളിക്കുന്നു. ആദിവീരഭദ്ര അനാദിവീരഭദ്ര ഉഗ്രവീരഭദ്ര അച്ഛന്റെ മകനെ കൊങ്ങാട്ടരുളും മഹാവിരത വീരഭദ്ര 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 എന്നങ്ങനെ വിളിക്കുമ്പോ മകനാകുന്നല്ലോ മകൻ കിടക്കുന്ന പൂഞ്ചോലത്തടത്തിൽ ചാടി എഴുന്നേറ്റു. ആരാ വിളിച്ചത്, എവരാ വിളിച്ചത്? അച്ഛന്റെ ഓമന പേര് കൂട്ടി വിളിപ്പാൻ ഇവിടെ വന്നതാരാണ്? ഒരു നേരത്ത് ഭൂമിദേവി നല്ലമ്മ പറഞ്ഞു, മോനെ വീരഭദ്ര ഞാനാണ് മകനെ. ഭൂമിദേവി നല്ലമ്മ നീയാകുന്നല്ലോ അച്ഛന്റെ ക്ലേശങ്ങളും ദുഃഖങ്ങളൊക്കെ തീർക്കണം. ദക്ഷന്റെ കോട്ടയിൽ പോകണം, ദക്ഷന്റെ കോട്ട മുടിക്കണം, ദക്ഷന്റെ ശിരസും മറുത്തച്ഛനെ കാഴ്ചവച്ചു എന്ന് വന്നാല് നിന്റെ ദാഹങ്ങളും കോപങ്ങളൊക്കെ തീർത്തു തരുവാനും കുറ്റം കുറവില്ല ആയത് കേട്ടപ്പോ വീരഭദ്രനും പറഞ്ഞു, ഭൂമിദേവി നല്ലമ്മേ ഞാൻ ജനിച്ച നാളിലും വളർന്ന നാളിലും 32 തൃത്തല 64 തൃക്കൈ 1001 തൃച്ചിട അടിക്ക് 6000 പാമ്പ് മുടിക്ക് 3000 പാമ്പണിഞ്ഞ അഴകായ മൂലം കൊണ്ട് എന്നെ എടുത്തുകൂടാ വളർത്തിക്കൂടാ. അത് വന്ന കാലത്ത് ചക്രം മണി എന്ന പീഠം പരിമുകളിൽ എന്നെ അടച്ച് പൂട്ടിക്കളഞ്ഞതല്ലേ. അന്ന് വേണ്ടാത്ത മകനെ ഇന്ന് വേണമെന്ന് വന്നാല് ഞാൻ പോകില്ല എന്റെ ഭൂമിദേവി നല്ലമ്മേ. ഒരു നേരത്ത് ഭൂമിദേവി നല്ലമ്മ പറഞ്ഞു, അല്ലടാ മകനെ വീരഭദ്ര അതൊന്നും പറഞ്ഞാലളകല്ല മകനെ. നീയല്ലാതെ അച്ഛന്റെ ക്ലേശം മാറി തീർക്കും, നീ തന്നെ അച്ഛന്റെ ക്ലേശങ്ങളും ദുഃഖങ്ങളൊക്കെ തീർക്കണം. ആയത് കൊണ്ട് ദക്ഷന്റെ കോട്ട നോക്കി വഴി പോകണം എന്ന വണ്ണം കേട്ടപ്പോ വീരഭദ്രന്റെ പലമനം പോയി ഒരു മനമായി ഒഴിതിരിയുമ്പോ വീരഭദ്രനാകുന്നല്ലോ വേഗം തന്നെ ചാടി എഴുന്നേറ്റു. ദക്ഷന്മാരുടെ കോട്ട ഗോപുരം നോക്കി അട്ടഹാസം മുഴക്കുമ്പോ ദക്ഷന്മാരുടെ കോട്ട ഗോപുരങ്ങളൊക്കെ പറയുമ്പോ ദക്ഷന്മാര് പേടിച്ച് ഉറച്ച് ഭയപ്പെട്ട് ദക്ഷന്മാര് ചോദിച്ചിപ്പ കേട്ടതിടിയോ പിടിയോ കടലിടിയോ കടൽക്കാറ്റോ മലയിലുള്ള വാളറങ്കം തടിയൻ പുലിയുടെ ശങ്കുരുട്ടാണോ കേട്ടത്? ആയത് കേട്ടപ്പോ മൂത്ത കോവില ദക്ഷനും പറഞ്ഞ് ഇപ്പ കേട്ടത് ഇടിയല്ല പിടിയല്ല കടലിടിയല്ല കടൽക്കാറ്റല്ല മലയിലുള്ള വാളറങ്കം തടിയൻ പുലിയുടെ ശങ്കുരുട്ടല്ല കേട്ടത്. ഇപ്പ കേട്ടത് അച്ഛന്റെ മകൻ സകലാണ്ട പുത്തിരൻ കൊങ്ങാട്ടരുളും മഹാവിരുദ്ധ വീരഭദ്രൻ നമ്മുടെ കോട്ട ഗോപുരം നോക്കിയാലറിയതാണ്. ഇത്ര നേരം വന്ന വരവല്ല ഇനി വരുന്നത്, ഇനി വീരഭദ്രന്റെ പടയുടെ വരവാണ്. ഓടാമെങ്കിൽ ഓടാം, ഒളിക്കാമെങ്കിൽ ഒളിക്കാം എന്നും പറഞ്ഞറിയിരിക്കുമ്പോ മൂത്ത കോവില ദക്ഷനായിരിക്കുന്നല്ലോ. ഈഴ രാജാക്കന്മാരെ ചോഴ രാജാക്കന്മാരെ മന്ന രാജാക്കന്മാരെ തുന്ന രാജാക്കന്മാരെ വരുത്തുന്നല്ലോ. അന്നേരത്തായിരിക്കുന്നല്ലോ ഓരോരോ പടയുരുക്കങ്ങളും തുടങ്ങി. അന്നേരത്തായിരിക്കുന്നല്ലോ മൂത്ത കോവില ദക്ഷനായിരിക്കുന്നല്ലോ. മേൽത്തട്ടിൽ ചാടി കയറി അറിയിരിക്കുന്നു. കൊമ്പൻ മീശൊന്ന് വിരിച്ചു വെച്ചു, തുള്ളുനാടൻ മീശ കരിമിനക്കി. ഇനി വീരഭദ്രന്റെ പടയുടെ വരവ് ഞാനൊന്ന് കാണട്ടെ എന്നങ്ങനെ വെടിയുമ്പോ വീര്യവാക്കുകളും പറഞ്ഞറിയിരിക്കുന്നേ. പരമേശ്വരനാകുന്നല്ലോ ഭൂമിദേവി നല്ലമ്മയെയും മകനെയും കാണാതെ ക്ലേശിച്ചു
ദുഃഖിച്ച അറിയിരിക്കുന്ന ഒരു നേരത്ത് അച്ഛൻ പരമേശ്വരനായിരിക്കുന്നല്ലോ. ശിവതാണ്ഡവം തുടങ്ങുമ്പോ അച്ഛൻ്റെ തൃച്ചിടയിൽ നിന്നാകുന്നല്ലോ പെറ്റ് കിടക്കുന്ന പെൺപുലിയെ പോലെ, ആരമുള്ള ആൺപുലിയെ പോലെ മഹാവിരുദ്ധ വീരഭദ്രൻ അച്ഛൻ്റെ തിരുമുമ്പിലേക്ക് അങ്ങനെ ചാടി വീഴുന്ന പോ